സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ മൈക്രോ എക്കണോമിക്സിൻ്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഉപകാരങ്ങൾ എന്തൊക്കെയാണ്, ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നാണ് പഠിക്കുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് മൈക്രോ എക്കണോമിക്സ്. It is useful in analyzing how prices are determined in different markets and how resources are allocated. മൈക്രോ എക്കണോമിക്സ് പഠിച്ചതുകൊണ്ട് വിവിധങ്ങളായ മാർക്കറ്റിൽ എങ്ങനെയാണ് വസ്തുക്കളുടെ വിലകൾ നിശ്ചയിക്കപ്പെടുന്നത് എന്നും അതിനു വേണ്ട റിസോഴ്സസ് എങ്ങനെയാണ് വിതരണം ചെയ്യപ്പെടുന്നത് എന്നും പഠിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. രണ്ടാമതായിട്ട് പറയുമ്പോൾ കണ്ടീഷണൽ പ്രഡിക്ഷൻസിന് ഒരു ബേസായിട്ട് വർക്ക് ചെയ്യുന്നത് മൈക്രോ എക്കണോമിക്സ് ആണ്. എന്താണ് ഈ കണ്ടീഷണൽ പ്രഡിക്ഷൻസ്? ഒരു കണ്ടീഷൻ പറയുകയാണ്, ആ കണ്ടീഷൻ അനുസരിച്ചാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഇന്നതാണ് എന്ന് വ്യക്തമായി പറയുന്നതിനെയാണ് കണ്ടീഷണൽ പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളായിട്ട് പറയുകയാണ്, ഡിമാൻഡ് കർവ് നെഗറ്റീവ്ലി സ്ലോപ്പ് ചെയ്യുമ്പോൾ പോസിറ്റീവ്ലി സ്ലോപ്പിംഗ് ആയിട്ട് സപ്ലൈ കർവ് ഉണ്ട്. അപ്പോൾ രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റിനെ നമ്മൾ പറയുന്നത് ഇക്വിലിബ്രിയം പോയിൻ്റ് എന്ന്. ഇക്വിലിബ്രിയം പോയിൻറ്റിനേക്കാൾ മുകളിലായി ഒരു ഹൈ പ്രൈസ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൽ വിറ്റഴിക്കപ്പെടാത്ത ഒരു സ്റ്റോക്ക് ഉണ്ടാകും എന്ന് നമുക്ക് മൈക്രോ എക്കണോമിക്സ് ഉപയോഗിച്ച് പറയാം. ഇതാണ് കണ്ടീഷണൽ പ്രഡിക്ഷൻ. മൂന്നാമത്, ഇറ്റ് പ്രൊവൈഡ്സ് അനലിറ്റിക്കൽ ടൂൾ ഫോർ എക്കണോമിക് പോളിസീസ് അഫക്റ്റിംഗ് പ്രൈസസ് ആൻഡ് പ്രൊഡക്ഷൻ. വില നിശ്ചയിക്കപ്പെടുന്നതിനെക്കുറിച്ചും ഉൽപ്പാദനം നടക്കുന്നതിനെക്കുറിച്ചുമെല്ലാം ഉണ്ടാക്കുന്ന എക്കണോമിക് പോളിസിയുടെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണെന്ന് അനലൈസ് ചെയ്ത് പറയാൻ മൈക്രോ എക്കണോമിക്സ് നമ്മളെ സഹായിക്കുന്നു. 4, ഗവൺമെൻറ് പോളിസീസ്. വസ്തുക്കളുടെ വില നിശ്ചയിക്കപ്പെടുന്നതിൽ, വേതനം നിശ്ചയിക്കപ്പെടുന്നതിൽ, അതുപോലെ തന്നെ റിസോഴ്സ് അലോക്കേഷനിലൊക്കെ ഉണ്ടാകുന്ന ഗവൺമെൻറ് പോളിസീസിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണെന്ന് പഠിക്കാൻ നമ്മളെ മൈക്രോ എക്കണോമിക്സ് ഹെൽപ്പ് ചെയ്യുന്നു. അടുത്തതായിട്ട് 5, മൈക്രോ എക്കണോമിക്സ് എക്സാമിൻ ദ കണ്ടീഷൻസ് ഓഫ് എക്കണോമിക് വെൽഫെയർ. ഇറ്റ് ക്യാൻ സജസ്റ്റ് മെത്തേഡ്സ് ടു റേസ് ദ ലെവൽ ഓഫ് കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ജനങ്ങളുടെ സാമ്പത്തിക ക്ഷേമം ഉണ്ടോ ഇല്ലയോ എന്ന് അനലൈസ് ചെയ്ത് പറയാൻ മൈക്രോ എക്കണോമിക്സ് നമ്മളെ സഹായിക്കുന്നുണ്ട്. എന്താണ് സാമ്പത്തിക ക്ഷേമം എന്നൊക്കെ പറയുന്നത്? നമ്മൾ ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ജീവിത നിലവാരം ഉയർന്നോ താഴ്ന്നോ എന്ന് അറിയുന്നത് അവർ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും നിലവാരം നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഒരുപാട് വസ്തുക്കൾ കൺസ്യൂം ചെയ്യുകയും അവരുടെ സർവീസസ് കൺസ്യൂം ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവരുടെ സാമ്പത്തിക ക്ഷേമം ഉയർന്നിട്ടുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധ്യമാണ്. അടുത്തത്, ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ഡിസിഷൻ മേക്കിംഗ് ഇൻ ദ എംപ്ലോയ്മെൻറ്റ് ഓഫ് റിസോഴ്സസ് ഇൻ ഗവൺമെൻറ് പ്രോഗ്രാംസ്. ഗവൺമെൻറ് പ്രോഗ്രാമുകളിൽ ഉപയോഗിക്കുന്ന റിസോഴ്സസ് ഏതൊക്കെയാണ് എന്ന് ഡിസിഷൻ എടുക്കാൻ നമ്മളെ മൈക്രോ എക്കണോമിക്സ് സഹായിക്കുന്നുണ്ട്. ലാസ്റ്റ്, it is useful for understanding the operations of private enterprise economy. പ്രൈവറ്റ് എൻ്റർപ്രൈസ് എക്കോണമി എത്രമാത്രം വർക്ക് ചെയ്യുന്നുണ്ട്, അതിനെ എത്രത്തോളം പ്രൈവറ്റൈസ് ചെയ്യാൻ പറ്റും, അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് മൈക്രോ എക്കണോമിക്സ് സഹായകരമാണ്. ഇത്രയാണ് മൈക്രോ എക്കണോമിക്സിൻ്റെ ഗുണങ്ങൾ. ഇനി എന്തൊക്കെയാണ് അതിൻ്റെ ദോഷവശങ്ങളെന്ന് പഠിക്കാം. മൈക്രോ എക്കണോമിക് അനാലിസിസ് ഇസ് ബേസ്ഡ് ഓൺ അസംഷൻ ഓഫ് ഫുൾ എംപ്ലോയ്മെൻറ്റ്. ക്ലാസിക്കൽ അസംഷനായ ഫുൾ എംപ്ലോയ്മെൻറ്റ്, എല്ലാ വസ്തുക്കളും മുഴുവനായും ഉപയോഗിക്കപ്പെടുന്നു എന്ന ബിലീഫാണ് ക്ലാസിക്കൽ അസംഷൻ ഓഫ് ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് നമ്മൾ കെയ്ൻസ് പറയുകയാണ്, ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു നോർമൽ സിറ്റുവേഷനേ അല്ല. സാധാരണ സിറ്റുവേഷനിൽ ഫുൾ എംപ്ലോയ്മെൻറ്റ് അച്ചീവ് ചെയ്യാൻ സാധ്യമല്ല. ഇത് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള അസംഷനാണ് എന്നാണ് കെയ്ൻസ് പറയുന്നത്. അപ്പോൾ ഒരു മൈക്രോ എക്കണോമിക്സിൻ്റെ ലിമിറ്റേഷനായി. രണ്ടാമത്, മൈക്രോ എക്കണോമിക് തിയറീസ് ആർ ആപ്ലിക്കബിൾ ഫോർ ലെസ്സേ-ഫെയർ ക്യാപിറ്റലിസം ക്യാരക്ടറൈസ്ഡ് ബൈ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. എന്താണ് ലെസ്സേ-ഫെയർ പോളിസീസ് അല്ലെങ്കിൽ ലെസ്സേ-ഫെയർ ക്യാപിറ്റലിസം എന്ന് പറയുന്നത്?
ലെസസ് ഫെയർ എന്ന് പറഞ്ഞ വേർഡിൻ്റെ അർത്ഥം ലെറ്റ് അലോൺ പോളിസി എന്നാണ്. അതായത് ഗവൺമെൻറ് ഇൻ്റർഫിയറൻസ് ഇല്ലാത്ത ഒരു അവസ്ഥ. പെർഫെക്റ്റ് കോമ്പറ്റീഷനും ലെസസ് ഫെയറും അൺറിയലിസ്റ്റിക് ആണ്, സാധ്യമല്ലാത്ത ഒരു ബിലീഫാണ്. മൈക്രോ എക്കണോമിക് സ്റ്റഡീസ് ഓൺലി എ പാർട്ട് ഓഫ് ദ വർക്കിംഗ് ഓഫ് ദ എക്കോണമി. ഇറ്റ് ഈസ് ഇന്നാഡിക്വേറ്റ് ടു ഗെറ്റ് ആൻ ഓവറോൾ പിക്ചർ ഓഫ് ദ ഫങ്ഷനിങ് ഓഫ് ദ എക്കോണമി. മൈക്രോ എക്കണോമിക്സ് എക്കോണമിയുടെ ഒരു ഭാഗം മാത്രമേ വ്യക്തമായി പറയുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രമേ പഠിക്കുന്നുള്ളൂ. അപ്പോൾ എൻ്റയർ എക്കോണമി, മുഴുവനായിട്ടുള്ള എക്കോണമി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് പറയാൻ നമുക്ക് മൈക്രോ എക്കണോമിക്സ് കൊണ്ട് സാധ്യമല്ല എന്നാണ് പറയുന്നത്. ലാസ്റ്റ് ലിമിറ്റേഷനാണ് മൈക്രോ എക്കണോമിക് തിയറീസ് ആർ ഇന്നാഡിക്വേറ്റ് വൈൽ അനലൈസിങ് സെവറൽ എക്കണോമിക് പ്രോബ്ലംസ്. ഒരുപാട് എക്കണോമിക് പ്രോബ്ലംസ് നിലനിൽക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. പോവർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ്, ഇൻഇക്വാലിറ്റി തുടങ്ങിയ പ്രോബ്ലംസ്. ഇതെല്ലാം അനലൈസ് ചെയ്യാൻ മൈക്രോ എക്കണോമിക്സ് മാത്രം പഠിക്കുന്നത് പര്യാപ്തമല്ല. ഇത് മുഴുവൻ എൻ്റയർ എക്കോണമിയുടെ വർക്കിംഗ് അനലൈസ് ചെയ്യാൻ മൈക്രോ എക്കണോമിക്സ് പര്യാപ്തമല്ല എന്നാണ് പറയുന്നത്. ഇത്രയാണ് നമുക്ക് മൈക്രോ എക്കണോമിക്സിൻ്റെ ഗുണങ്ങളും അതേപോലെ ദോഷങ്ങളും. താങ്ക് യു.